നമസ്കാരം. പ്രധാന വാർത്തകൾ. ടൗൺഷിപ്പ് പദ്ധതിയിലെ മോഡൽ വീടുകളുടെ നിർമ്മാണം നാളെ തുടങ്ങും. 6 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ്. വീട് നിർമ്മാണം 4 ക്ലസ്റ്ററുകളായി. ഗുണഭോക്താക്കളുടെ എണ്ണം അന്തിമമാകുന്നതോടെ DPR തയ്യാറാക്കുമെന്ന് സുഹാസ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. റീജിയണൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് സംയുക്ത സമരസമിതി. ഈ മാസം 19-ന് ജില്ലാ കലക്ടർ പങ്കെടുക്കുന്ന ചർച്ചയോടെ പ്രശ്നപരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നേതാക്കൾ. ബത്തേരി നഗരത്തിൽ വാഹനാപകടം. ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. മരിച്ചത് ബത്തേരി സ്വദേശികൾ. അപകടം ടിപ്പർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച്. കൂട്ടുകാർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി ജന്മനാട്. കേണിച്ചിറ കേളമംഗലത്ത് ഭർത്താവ് കൊലപ്പെടുത്തിയ ലിഷയുടെ മൃതദേഹം സംസ്കരിച്ചു. ജില്ലയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് മുകളിൽ മരം പൊട്ടി വീണ് 9 വീടുകൾ ഭാഗികമായി തകർന്നു. വേനൽ മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തകൾ വിശദമായി. ടൗൺഷിപ്പ് പദ്ധതിയിലെ മോഡൽ വീടുകളുടെ നിർമ്മാണം നാളെ തുടങ്ങും. 6 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് പറഞ്ഞു. പദ്ധതി പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ക്ലസ്റ്ററുകളായാണ് വീടുകൾ നിർമ്മിക്കുക. ഗുണഭോക്താക്കളുടെ എണ്ണം അന്തിമമാകുന്നതോടെ DPR തയ്യാറാക്കും. പരമാവധി വേഗത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്ന പദ്ധതി പ്രദേശത്തെ തേയിലച്ചെടികൾ പിഴുതുമാറ്റി നിലമൊരുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ മുതൽ തന്നെ പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡുകളുടെ നിർമ്മാണവും മോഡൽ ഹൌസിന്റെ നിർമ്മാണവും ആരംഭിക്കും. മുഖ്യമന്ത്രി ശിലയിട്ട സ്ഥലത്താണ് മോഡൽ ഹൌസ് നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. ടൗൺഷിപ്പിലെ ഒരു വീട് എങ്ങനെയായിരിക്കുമെന്ന മോഡലായിരിക്കും ഇവിടെ കാണാനാവുക. 6 മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് പറഞ്ഞു. അതൊക്കെയാണ് ഇപ്പോൾ ഫുൾ സ്കെയിലാണ് വർക്ക് തുടങ്ങിയിട്ടുള്ളത്. സോ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഈ മഴ പറയണത് പ്രശ്നമാവും. അതൊക്കെയാണ് ഇപ്പോൾ തന്നെ ഈ റോഡ് വർക്ക് ഇതെല്ലാം തുടങ്ങാൻ പോകുന്നുണ്ട്. ഏറ്റവും മാക്സിമം 6 മാസമാണ് നമ്മുടെ ടാർഗറ്റ്. സോ ഇങ്ങനെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് മാക്സിമം എഫേർട്ട് നാം കൊടുക്കും. 4 ക്ലസ്റ്ററുകളായാണ് നിർമ്മാണം നടത്തുക. ഗുണഭോക്താക്കളുടെ എണ്ണം കൃത്യമായാൽ DPR തയ്യാറാക്കും. വീടുകൾക്ക് പുറമെ അനുബന്ധ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും ഒരേ സമയം തന്നെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. റീജിയണൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് സംയുക്ത സമരസമിതി. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 19-ന് ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന ചർച്ചയോടെ പ്രശ്നപരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു. പൂർണ്ണ ഉറപ്പ് ലഭിക്കും വരെ സമരം അവസാനിപ്പിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ വിപിൻ ലാലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ലേബർ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് സംയുക്ത സമരസമിതിക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഉറപ്പുകൾ ലഭിച്ചത്. ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ഉറപ്പു നൽകി. 19-ാം തീയതി ജില്ലാ കളക്ടർ കൂടി പങ്കെടുക്കുന്ന അന്തിമ ചർച്ചയിൽ പ്രശ്നപരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇത് അന്തിമമായിട്ട് ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 19-ാം തീയതി ഇവിടെ വെച്ച് തന്നെ ഒരു മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി തീരുമാനത്തിൻ്റെ കളക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അതേപോലെ തന്നെ RJLCയും മറ്റ് ആളുകളും പങ്കെടുത്തുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തുള്ള ഒരു ചർച്ച നടത്തും. അതോടുകൂടി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ആകും എന്നാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു ഉള്ളടക്കമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആ നിലപാടാണെങ്കിലും ഇത് ഹൈക്കോടതിയും സുപ്രീം കോടതിയിലൊക്കെയുള്ള വിഷയമായതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഒരു ഉറപ്പ് പൂർണ്ണമായി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കളക്ടറും കൂടി വേണം, സ്പെഷ്യൽ ഓഫീസർ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച 19-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. സമരം തുടരും. സമരം ഈ തൊഴിലാളികളുടെ ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് വരെയുള്ള പ്രക്ഷോഭത്തിന് തുടരും.
അതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തൊഴിലാളികളുമായി ചർച്ച നടത്താതെ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ രാത്രിയിൽ വന്ന് തോട്ടം ഏറ്റെടുത്ത നടപടിക്കെതിരെ നേതാക്കൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അത്തരം നടപടിയാണ് സമരം പുനരാരംഭിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. പൂർണ്ണ ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. യോഗത്തിൽ വൈത്തിരി തഹസിൽദാർ MS ശിവദാസൻ, പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ KK വിനയൻ, ജില്ലാ ലേബർ ഓഫീസർ C ജയേഷ് എന്നിവരും പങ്കെടുത്തു. അതേസമയം 3 ദിവസമായി തുടരുന്ന സമരം ഇന്നും ശക്തമായി തുടർന്നു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. സുൽത്താൻ ബത്തേരി ടൗണിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർ മരിച്ചു. കട്ടയാട് സ്വദേശികളായ രത്നഗിരി രാജന്റെ മകൻ അഖിൽ, കാവുങ്കര ഉന്നതിയിലെ മനു എന്നിവരാണ് മരിച്ചത്. മാനിക്കുനി വെയർഹൌസിന് മുന്നിൽ കഴിഞ്ഞ രാത്രി 10:30യോടെയാണ് സംഭവം. ടിപ്പറിന് പുറകിൽ ബൈക്കിടിച്ചാണ് അപകടം. വാഹനാപകടത്തിൽ മരണപ്പെട്ട കൂട്ടുകാർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകി ജന്മനാട്. വാഹനാപകടത്തിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സുൽത്താൻ ബത്തേരി കട്ടയാട് സ്വദേശികളായ അഖിലിനും മനുവിനുമാണ് നാട് യാത്രാമൊഴിയേകിയത്. കട്ടയാട് അങ്കണവാടിയിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ഇരുവരുടെയും മൃതദേഹം കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടിൻ്റെ നാനാതുറകളിൽപ്പെട്ടവരാണ് എത്തിച്ചേർന്നത്. ഒന്നിച്ച് പഠിച്ചു കളിച്ചു വളർന്നവരും അയൽവാസികളുമായവർ അവസാന യാത്രയിലും ഒന്നിച്ചപ്പോൾ ഇരുവരെയും യാത്രയാക്കാൻ ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തുന്ന സങ്കട കാഴ്ചയായിരുന്നു കട്ടയാട് കണ്ടത്. അഖിലിൻ്റെയും മനുവിൻ്റെയും മരണവാർത്ത അറിഞ്ഞതു മുതൽ ആളുകൾ ഇരുവരുടെയും കട്ടയാടുള്ള വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇന്നുച്ചയോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച കട്ടയാട് അംഗൻവാടിയിൽ അവസാനമായി ഇരുവരെയും ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ടവർ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇന്നലെ രാത്രി ബത്തേരി മാനിക്കുനി കയറ്റത്തിൽ വെയർഹൌസിന് മുൻപിൽ വെച്ചാണ് ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടിപ്പർ ലോറിയിലിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. മനു സംഭവസ്ഥലത്ത് വെച്ചും അഖിൽ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. അഖിൽ ഡ്രൈവറും മനു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുമാണ്. മലനാട് ന്യൂസ്, ബത്തേരി. ലിഷയ്ക്ക് കണ്ണീരോടെ വിട. കേണിച്ചിറ കേളമംഗലത്ത് ഭർത്താവ് കൊലപ്പെടുത്തിയ ലിഷയുടെ മൃതദേഹം സംസ്കരിച്ചു. നൂറുകണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്നലെയാണ് കേണിച്ചിറ കേളമംഗലം മാഞ്ചിറയിൽ ജിൽസൺ ഭാര്യ ലിഷയെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ലിഷയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ കേണിച്ചിറ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ജിൽസൺ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതുവരെ നമുക്കത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. കാരണം വെച്ചാൽ ജിൽസിനെ കുറിച്ചാണെങ്കിലും ലിഷയെക്കുറിച്ചാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ജിൽസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുന്നൊരു കുട്ടിയായിരുന്നു അവൻ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കാണുമ്പോൾ അങ്ങനെയാണുള്ളത്. പിന്നെ വലുതായപ്പോഴാണെങ്കിൽ തന്നെയും അവൻ ആ ദൈവവിശ്വാസം ഒട്ടും വിട്ടുപോയിരുന്നില്ല. എങ്കിൽ തന്നെയും ഈ മരണം നമ്മൾ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. അതിൽ അത്രയേറെ സമൂഹത്തിലാണെങ്കിലും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഇവർ തമ്മിലാണെങ്കിലും നല്ല സ്നേഹത്തിലായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ കൂറ്റൻ ഈട്ടിമരശിഖരം പൊട്ടി വീണത് 2 വീടുകളിലേക്ക്. പിഞ്ചു കുട്ടികളടക്കം വീട്ടിലുണ്ടായിരുന്നു. 12 പേർ അന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. വീടുകൾക്കും വിള്ളൽ വീണു. കാക്കവയൽ മലക്കാട് ഉന്നതിയിലെ 12ഓളം വീടുകൾക്ക് ഭീഷണിയായി തുടരുന്ന ഈട്ടിമരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി ഉന്നതിക്കാർ. സുരക്ഷിത മരം ജീവന് ഭീഷണിയാകുമ്പോൾ നിസ്സഹായരായിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ മരത്തിന്റെ ശിഖരം വീണതിനെ തുടർന്ന് ഉന്നതിയിലെ ഗോപാലന്റെയും മാതാവിന്റെയും വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു. വീടുകളുടെ മേൽക്കൂരയിലും ചുമരുകളിലുമെല്ലാം നാശം വിതച്ച മരത്തിന്റെ 10 അടിയിലധികം വണ്ണം വരുന്ന ബാക്കി ഭാഗം ഏതു സമയവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ പ്രാണഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. മരം വീണിച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നാൾ കാറ്റടച്ച്, ഇന്നലെയും കാറ്റാണ്. അതുകൊണ്ട് അതിൽ കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. മഴയും കാറ്റും തുടരുമെന്ന മുന്നറിയിപ്പുള്ളപ്പോൾ വലിയൊരു ദുരന്തത്തിന് കാതോർത്തിരിക്കാതെ ദുരന്ത നിവാരണ അതോറിറ്റിയും ബന്ധപ്പെട്ട അധികാരികളും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, മീനങ്ങാടി.
നടവയൽ പ്രദേശത്ത് കനത്ത കാറ്റിൽ പുഞ്ചക്കുന്ന് പുത്തൻപറമ്പിൽ ജോബിഷിൻ്റെ കോഴിഫാമിൽ മാത്രമുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. ഇവിടെ മാത്രം ഏകദേശം 6 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇന്നലെ ഉണ്ടായ കനത്ത കാറ്റിൽ കോഴിയെ വളർത്താൻ ഉപയോഗിക്കുന്ന 5 ഷെഡുകളാണ് നശിച്ചത്. മേൽക്കൂരയിലെ ഷീറ്റെല്ലാം കാറ്റത്ത് പറന്നുപോയി. കഴിഞ്ഞ ദിവസം ഇറക്കിയ 3500ഓളം കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തത്. ഇന്നത്തെ പ്രകൃതിക്ഷോഭത്തില് എനിക്കൊരു 10,000 സ്ക്വയർ ഫീറ്റ് എന്നാണ് പൗൾട്രി ഫാം ഉണ്ട്. ഞാൻ ഇത് ഉപജീവന മാർഗമായിട്ട് എന്നാണ് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇന്നൊരു 3 മണിക്ക് തുടങ്ങിയതാണ് കാറ്റും മഴയില്ല, അതിനകത്ത് കാറ്റാണ് അടിച്ചത്. കാറ്റടിച്ചിട്ട് എൻ്റെ ഈ ഷെഡുകളെല്ലാം 16 സ്ക്വയർ ഫീറ്റ് എന്നാണ് ഈ പൗൾട്രി ഫാമിൻ്റെ ഷെഡുകളെല്ലാം ഉണ്ട്. ആർക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാം. എല്ലാ ഷെഡും എന്താന്ന് ഷീറ്റുകളെല്ലാം എടുത്തുപോയി. 3500 കോഴി കുഞ്ഞുങ്ങളുണ്ട്, 3500 കോഴികളുണ്ട്, പിടിക്കാനായ കോഴികൾ. തീറ്റയുണ്ട്, ഒരു 75 ചാക്ക് തീറ്റ, അതെല്ലാം നശിച്ചു പോയി. എല്ലാ ഷീറ്റും എടുത്തുപോയി. മേൽക്കൂര നശിച്ചതോടെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന കോഴിത്തീറ്റയും നനഞ്ഞ് നശിച്ചു. സ്വർണം പണയം വെച്ചും ലോൺ എടുത്തുമാണ് കോഴിഫാം തുടങ്ങിയത്. ഇന്നലെ മാത്രം ഈ കോഴിഫാമിൽ 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ ജോബിഷ് പറഞ്ഞു. മലനാട് ന്യൂസ്, നടവയൽ. വീശിയടിച്ച കാറ്റിൽ മരം വീണ് വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. പൂതാടി ചീങ്ങോട് കയ്യാലമുക്ക് പുത്തൻപുരയ്ക്കൽ ശാന്തയുടെ വീടിന് മുകളിലാണ് മരം വീണത്. സമീപത്തെ കൃഷിയിടത്തിൽ നിന്ന് വീട്ടിമരം കാറ്റത്ത് കടപുഴകി വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു. വീട്ടുകാർ പുറത്തുപോയതിനാൽ വൻ അപകടമൊഴിവായി. ബത്തേരി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി. ബത്തേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പി നിതീഷ് കുമാർ അടക്കമുള്ളവർ നേതൃത്വം നൽകി. ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 3 കൂടിയിട്ട് ഭയങ്കരമായ ഒരു കാറ്റാണ് ഇവിടെ ഉണ്ടായത്. ഇന്ന് അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ വളരെയധികം വീശിയടിച്ച കാറ്റുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. മരങ്ങൾ ഒടിഞ്ഞു വീണ് നമ്മുടെ വാർഡിൽ തന്നെ 3 വീടിൻ്റെ മുകളിൽ മരങ്ങൾ വീണ് വീട് നശിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഭയങ്കരമായ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വില്ലേജ് കൊണ്ട് നമ്മളതിന് അപേക്ഷ കൊടുത്തിട്ട് വില്ലേജ് മുഖാന്തരം പ്രദേശത്തിനുള്ള അവർക്ക് വന്ന നഷ്ടപരിഹാരം അത് സർക്കാർ തലത്തിൽ കൊടുക്കേണ്ടതാണ്. മൈസൂർ ജില്ലാ ക്ഷീരസംഘത്തിൻ്റെ പരാതിയെ തുടർന്ന് കർണാടക അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകരുടെ പാൽ കേരളത്തിലെ ക്ഷീരസംഘങ്ങളിൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പാൽ വിൽക്കാൻ പറ്റാതായതോടെ നിരവധി കർഷകർ ദുരിതത്തിൽ. മുമ്പ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും വീണ്ടും അധികൃതരുടെ നിലപാടിൽ കർണാടക അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർക്ക് കേരളത്തിൽ പാൽ വിൽപ്പന മുടങ്ങി. പാൽ സംഭരിക്കാൻ കർണാടക ഏജൻസികളും രംഗത്തില്ല. കർണാടകയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർ കേരളത്തിലെ ക്ഷീരസംഘങ്ങളിൽ നൽകുന്ന പാൽ സംഭരിക്കരുതെന്ന് മൈസൂർ ജില്ലാ സഹകരണ പാലുൽപാദന സൊസൈറ്റി MD മിൽമയുടെ മലബാർ മേഖല MDക്ക് 2 മാസം മുമ്പ് രേഖാമൂലം കത്ത് നൽകിയിരുന്നു. ജനുവരി മാസം 20-നാണ് കത്ത് നൽകിയത്. ഇതിൻ പ്രകാരം മിൽമ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതുമൂലം കർണാടകയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ക്ഷീരകർഷകർ ദുരിതത്തിലായി. മച്ചൂർ ഭാഗത്തെ കർഷകരാണ് ഏറെ ദുരിതത്തിലായത്. കാട്ടിക്കുളം, പെരിക്കല്ലൂർ, കബനഗിരി എന്നീ ക്ഷീരസംഘങ്ങളിലാണ് കർണാടകയിലെ കർഷകർ പാൽ നൽകിയിരുന്നത്. വർഷങ്ങളായി ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശം കർണാടകയിൽ നിന്നും ഈ കബനഗിരി ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന കർഷകരുടെ പാല് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മിൽമ അളക്കണ്ട എന്ന് പറയുകയും അതുമൂലം കർണാടകയിലുള്ള നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള കർഷകർ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദിവസം 250-300 ലിറ്ററോളം പാലളക്കുന്ന കർഷകർ വളരെയേറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് കർണാടക മിൽക്ക് ഫെഡറേഷൻ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് മിൽമയ്ക്ക് കത്ത് കൊടുത്തുകൊണ്ട് ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള കർഷകരുടെ പാല് കബനിഗിരി ക്ഷീരസംഘത്തിൽ അളക്കാൻ വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് അറിയിക്കുവാനുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പാൽ നൽകിയിരുന്നത് കബനിഗിരി ക്ഷീരസംഘത്തിലായിരുന്നു. 300 ലിറ്ററോളം പാലാണ് ഇവർ നൽകിയിരുന്നത്. കർണാടക ക്ഷീരസംഘം അധികൃതരുടെ പരാതിയെ തുടർന്ന് കർണാടക കർഷകരുടെ പാൽ സംഭരണം കബനിഗിരി സംഘം ഈ അടുത്ത് നിർത്തിവെച്ചു. പിന്നീട് ബൈരക്കുപ്പ് പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് കബനിഗിരിയിൽ വീണ്ടും താൽക്കാലികമായി പാൽ ശേഖരിച്ചിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം കർണാടക ക്ഷീരവികസന വകുപ്പ് പാൽ കർണാടകയിൽ തന്നെ കർഷകർ നൽകണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. ഇക്കാര്യം മിൽമയെ അറിയിച്ചു. ഇതേ തുടർന്നാണ് പാൽ കേരളത്തിൽ വിൽപ്പന നടത്താൻ പറ്റാതായതെന്ന് ക്ഷീരസംഘം അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷത്തോളമായി കർണാടകയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർ കേരളത്തിലായിരുന്നു പാൽ നൽകിയിരുന്നത്. അതേസമയം കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഒരു ഏജൻസി മുഖാന്തരവും പാൽ സംഭരിക്കുന്നുമില്ല. ഏതാനും ദിവസം സംഭരണം നടത്തിയെങ്കിലും പിന്നീട് മുടങ്ങി. ഇതോടെ കർഷകർക്ക് എവിടെയും പാൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ കർണാടക അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർക്ക് കേരളത്തിൽ പാൽ വിൽക്കാൻ പറ്റാതായതോടെ ക്ഷീരകർഷകർ ദുരിതത്തിലാണ്.
കർഷകരെ സഹായിക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യം ശക്തം. കർഷകർ പ്രതികരിക്കുന്നു. ലോണും ഫൈനാൻസിനും ബാങ്കിലൊക്കെ ലോൺ എടുത്തിട്ടാണ് ഇവിടേക്ക് അളക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഈ പാല് നിർത്തിയോടുകൂടി ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാലെടുക്കുക വേണ്ടാന്ന് പറയുന്നു. ഈ ലോൺ അടയ്ക്കാനുള്ള ജീവിത പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതൽ ഇതായി പ്രശ്നങ്ങൾ ഇതായി. 75,000 80,000 ഇങ്ങനെ മേടിച്ച് പാല് കൊടുക്കാൻ തുടങ്ങി. 1-2 വർഷങ്ങളല്ല, 20 വർഷങ്ങളോളം പാൽ സോഴ്സ് തുടങ്ങിയ പിന്നെ കബനിഗിരി ക്ഷീര ഉൽപ്പാദനം തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾ പാൽ കൊടുക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പം മറ്റേ കൊറോണ വന്നാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതും കഴിഞ്ഞ മാസം 2-ാം മാസം 15-ാം തീയതി വേണ്ട, കർണാടകത്തിൽ നിന്ന് ഒരു ലെറ്റർ കൊണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് നിർത്തിപ്പോയി. ഞങ്ങൾ പ്രൈവറ്റ് പാല് കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരാണ് ഞങ്ങൾ വന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പാല് വേണ്ട, നമുക്ക് പാലിപ്പോൾ വേണ്ടാന്നാണ് അവർ പറയുന്നത്. ഇതിനെന്തെങ്കിലും നിലപടിയാക്കി നമുക്ക് തരണം. അപ്പോൾ കബനിഗിരി ക്ഷീരോത്പാദക സംഘം വർഷങ്ങളായിട്ട് കർണാടകത്തിലെ മറ്റൊരു പ്രദേശത്ത് നിന്ന് ക്ഷീരകർഷകരുടെ പാൽ സംഭരിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ കോവിഡ് കാലത്ത് പാൽ സംഭരണം നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അതിനുശേഷം മൈസൂർ മിൽക്ക് യൂണിയൻ്റെ ഒരു പരാതി മലബാർ മിൽമയിലേക്ക് പോയി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പാൽ സ്വീകരിക്കാൻ പറ്റാതെ ആയത്. 33 കൊല്ലം ആളുന്നതാണ്. അളന്നിട്ട് ഇപ്പോൾ പാല് നമ്മൾ ഈ സൊസൈറ്റിയിൽ വേണ്ടെന്ന് പറയുന്നുണ്ട്. കർണാടക സൊസൈറ്റിയിൽ നമ്മൾ ലീറ്ററിന് തന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അവിടെ കിട്ടുകയില്ല. നാളെ ഞങ്ങൾ പോയിട്ട് ആ ലീറ്റർ നമ്മൾ വാങ്ങി തന്ന് കൊടുക്കും. അതുവരെ നമുക്ക് പാൽ ഇവിടെ സൊസൈറ്റിയിൽ എടുക്കണം. ഒരു 3 ദിവസമെങ്കിലും നമുക്ക് എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പാലെല്ലാം നഷ്ടമാവും. അതുവരെ നിങ്ങൾ പാലെടുക്കണം. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഇവിടെ പാലെടുക്കണമെന്നാണ് ആവശ്യം അല്ലേ? പ്രവൃത്തി പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ പാൽ വെളിച്ചത്ത് റോപ്പ് ഫെൻസിംഗ് തകർത്ത് കാട്ടാന. പ്രദേശത്തെ ഫെൻസിംഗ് തകർക്കുന്നത് 2ാം തവണ. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയെന്ന് കർഷകർ. പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ വനാതിർത്തിയോട് ചേർന്ന് 3.5 കോടി രൂപ മുടക്കി ഒരാഴ്ച മുമ്പ് പ്രവൃത്തി പൂർത്തിയാക്കിയ റോപ്പ് ഫെൻസിംഗിന്റെ 12 മീറ്ററോളം ഭാഗമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ആന തകർത്തത്. തകർന്ന ഭാഗത്തൂടെ കൃഷിയിടത്തിൽ പ്രവേശിച്ച കാട്ടാന വലിയ നാശമാണ് വരുത്തിയത്. 2017-ൽ നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പദ്ധതിക്ക് നിർമ്മാണ അനുമതി ലഭിച്ചത്. റോപ്പ് ഫെൻസിംഗ് പൂർത്തിയായാൽ പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയാണ് ഒരാഴ്ചക്കിടെ 2 പ്രാവശ്യം ഫെൻസിംഗ് തകർത്ത് കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മറ്റ് പ്രക്ഷോഭങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു പദ്ധതി രൂപീകരിച്ചത്. റെയിൽ ഫെൻസിംഗ് അത് മാറ്റി വീണ്ടും റോപ്പ് ഫെൻസിംഗ് ആക്കി. ആ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം പണി പൂർത്തിയാകുന്നവൻ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചകളിലും ആന സുഗമമായിട്ട് അത് തകർത്ത് അകത്ത് കയറുന്നു. അപ്പോൾ ഇത് പരീക്ഷിച്ച് വിജയിക്കാത്തൊരു പദ്ധതിയാണ് ഇവർ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആവിഷ്കരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യണം. കൂടാതെ അവരിൽ നിന്ന് ഇതിന് വലിയ നഷ്ടവും പിരിച്ചെടുക്കപ്പെടണമെന്നാണ് നമ്മുടെ ഈ കർഷകരുടെ ആവശ്യം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫെൻസിംഗിന്റെ 2 തൂണുകൾ ആന തകർത്തിരുന്നു. ഒരാഴ്ച മുമ്പ് ഫെൻസിംഗ് കാട്ടാന തകർത്തപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ ഇതേ ഭാഗം കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും തകർക്കുകയായിരുന്നു. പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ 200-ലേറെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. ഒരു മാസം കൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചത് വൻതോതിൽ. തൃശ്ശിനാപ്പള്ളി നേന്ത്രക്കായ്ക്കും വില കൂടി. ആവശ്യക്കാരേറെയുണ്ടെങ്കിലും അത്ര സന്തോഷത്തിലല്ല ചിപ്സ് വ്യാപാരികൾ. വിഷുസദ്യയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വറുത്തകായ, ശർക്കര വരട്ടി തുടങ്ങിയവ. ഓണം, വിഷു സീസണിൽ പതിവിൽ കവിഞ്ഞാണ് ചിപ്സിന് ആവശ്യക്കാരെത്തുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 320 രൂപയാണ് വെളിച്ചെണ്ണയുടെ വില. ഗുണമേന്മയേറിയ ചിപ്സിനായി തങ്ങൾ നേന്ത്രക്കായകൾ കോഴിക്കോട് നിന്നും ഇറക്കുകയാണ് ചെയ്യുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. അതിനും കിലോയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലാണ് വില. ഇപ്രാവശ്യത്തെ വിഷുവിന് കച്ചവടം കുഴപ്പമില്ലാത്ത കച്ചവടമുണ്ട്. എന്നാലും കായിൻ്റെ വിലയും വെളിച്ചെണ്ണൻ്റെ വിലയും, വെളിച്ചെണ്ണ 310 രൂപയാണ്. കായ്ക്ക് കോഴിക്കോടൻ കായാണ്, തൃശ്ശിനാപ്പള്ളിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കായ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 60 രൂപയോളം കായിൻ്റെ വിലയുണ്ട്. പൊതുവെ ജനങ്ങൾക്ക് സാധനം കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ജനങ്ങൾക്ക് നല്ല സാധനം കൊടുക്കുകയും വേണം എന്നുള്ള ഒരു രീതിയിൽ എന്തായാലും വിഷുവിന് ഞങ്ങൾ ചെറിയ രീതിയിലുള്ള കച്ചവടം ചെയ്തിട്ടുണ്ട്. സാധാരണയിലും വില കൂട്ടി വിൽക്കാൻ നിർബന്ധിതരാവുമ്പോഴും കൂലിച്ചെലവും മറ്റും കഴിഞ്ഞ് കാര്യമായൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. എങ്കിലും പൂർണ്ണമായും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മണിക്കൂറുകൾ അധിക ജോലിയെടുത്ത് സീസണിൽ പരമാവധി ചിപ്സ് ഉൽപ്പാദിപ്പിക്കുന്നതായും വ്യാപാരികൾ പറയുന്നു. മലനാട് ന്യൂസ്, മീനങ്ങാടി. കാണികളെ ആവേശത്തിലാഴ്ത്തി ഹാപ്പിനെസ് ഫെസ്റ്റിലെ സ്റ്റേജ് ഷോകൾ. എല്ലാ ദിവസവും രാത്രി 7:30-നാണ് സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലൊരുക്കിയ കാർണിവലിൻ്റെ ഭാഗമായി സ്റ്റേജ് ഷോകൾ അരങ്ങേറുന്നത്.
ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള വിവിധ ട്രൂപ്പുകളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ബത്തേരി നഗരസഭയും ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിലാണ് കാണികളുടെ മനം കവരുന്ന സ്റ്റേജ് ഷോകൾ അരങ്ങേറുന്നത്. ഫെസ്റ്റ് തുടങ്ങിയ അന്നു മുതൽ കാർണിവൽ നടക്കുന്ന സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടികൾ നടക്കുന്നത്. കാർണിവൽ കണ്ടിറങ്ങുന്നവർക്ക് സ്റ്റേജ് ഷോയും ആസ്വദിച്ച് മടങ്ങാവുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിഷുദിനത്തിൽ അരങ്ങേറിയ DJ വിത്ത് മ്യൂസിക്കൽ നൈറ്റ് കാണാനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ബത്തേരി നഗരസഭയും ബത്തേരി ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ഈ ഹാപ്പിനെസ് ഫെസ്റ്റിൽ 100 രൂപ ടിക്കറ്റ് എടുത്ത് വരുന്ന ആളുകൾക്ക് മറൈൻ അക്വാടണലും പെറ്റ് ഷോയും റോബോട്ടിക് അനിമൽസും അതുപോലെ ഗാർഡൻ സ്റ്റാളുകളും ഇതെല്ലാം സൗജന്യമായിട്ട് സന്ദർശിച്ച് സന്തോഷത്തോടെ മടങ്ങി പോകാൻ പറ്റിയ ഒരു അവസരമുണ്ട്. അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 7:30 തുടങ്ങുന്ന സ്റ്റേജ് പ്രോഗ്രാം, പ്രഗത്ഭരായ കലാകാരന്മാരെ അവതരിപ്പിക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമും എല്ലാ ദിവസവും 7:30 അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ടിക്കറ്റിന് കൊടുത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡായിട്ട് ഉപയോഗിച്ച് പോകാൻ പറ്റും. മ്യൂസിക്കിനും വർണ്ണ ലൈറ്റുകൾക്കുമൊപ്പം കാണികളായി എത്തിയവർ കൂടി ആടിപ്പാടിയുമാണ് വിഷുദിനം ആഘോഷമാക്കിയത്. മറൈൻ അക്വാടണൽ, പെറ്റ് ഷോ, റോബോട്ടിക്കൽ അനിമൽ, പ്ലാനറ്റേറിയം, അമ്യൂസ്മെന്റ് പാർക്ക്, വാണിജ്യ വ്യാപാര സ്റ്റാളുകൾ എന്നിവയും കാണികളുടെ മനം കവരുന്നുണ്ട്. ഈ മാസം 20 വരെയാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് നടക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 7:30 സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ കാർണിവലിൻ്റെ ഭാഗമായി സ്റ്റേജ് ഷോകൾ അരങ്ങേറുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള വിവിധ ട്രൂപ്പുകളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. ഔഷധ സസ്യോദ്യാനം ഭൂമി കയ്യേറ്റ സമരക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയാതിരുന്നത് വനം വകുപ്പിൻ്റെ ഗുരുതര വീഴ്ചയാണെന്ന് ആക്ഷേപം. മേപ്പാടി കുന്നമ്പറ്റയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് വനംവകുപ്പ് സ്ഥാപിച്ച സസ്യോദ്യാനമാണ് കയ്യേറിയിട്ടുള്ളത്. 2000-ലാണ് മാതൃകാ ഔഷധ സസ്യോദ്യാനം കുന്നമ്പറ്റയിൽ സ്ഥാപിച്ചത്. അപൂർവ ഔഷധ സസ്യങ്ങളുടെ കലവറയായിരുന്നു ഉദ്യാനം. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ചു എന്നല്ലാതെ ഉദ്യാനം സംരക്ഷിക്കുന്നതിൽ വനംവകുപ്പ് മുൻകൈയെടുത്തില്ല എന്നാണ് ആക്ഷേപം. 1.5 പതിറ്റാണ്ടിന് ശേഷം മേപ്പാടി മേഖലയിലെ വിവിധ സംഘടനകളുടെ ഭൂസമരം നടന്നു. ചുറ്റുമുള്ള വനഭൂമി കയ്യേറിയപ്പോഴും ഔഷധസസ്യ ഉദ്യാനം ഒഴിവാക്കിയിരുന്നു. ഉദ്യാനം സംരക്ഷിച്ചു നിലനിർത്തണമെന്ന ആവശ്യം അന്നേ ഉയർന്നുവെങ്കിലും വനംവകുപ്പ് അതിന് തയ്യാറായില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഉദ്യാനം കയ്യേറിപ്പോകുന്നത്. ഔഷധസസ്യ ഉദ്യാനം സംരക്ഷിക്കുന്നതിന് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നാണ് ആക്ഷേപം. വിനോദസഞ്ചാരികൾക്കും അതേപോലെ അവിടുത്തുള്ള ആളുകൾക്കൊക്കെ സോഷ്യൽ ഫോറസ്റ്റിന് കീഴിലുള്ള ഒരു സംവിധാനം വളരെ ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ട് അത് നമുക്ക് കാണാൻ ഇപ്പൊ അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ആ ഉദ്യാനമുള്ള സ്ഥലമെങ്കിലും അത് മാറ്റിക്കൊണ്ട് അവിടെ ഈ സോഷ്യൽ ഫോറസ്റ്റ് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത് അവിടെ തന്നെ സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പ്രദേശത്ത് സോഷ്യൽ ഫോറസ്ട്രിയുടെ തന്നെ കീഴിലുള്ള മുള നഴ്സറിയും സംരക്ഷിക്കാതെ അതും വനം വകുപ്പ് ഉപേക്ഷിച്ചതായാണ് കാണുന്നത്. തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ക്വാർട്ടേഴ്സും കയ്യേറിപ്പോകാൻ സാധ്യത ഏറെയാണ്. മലനാട് ന്യൂസ്, മേപ്പാടി. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് കായിക വിനോദത്തിനായി സമയമില്ലാത്ത ഈ കാലത്ത് കാടിനു നടുവിൽ ഫുട്ബോൾ ടൂർണമെൻ്റ് ഒരുക്കി ഒരു കൂട്ടം യുവാക്കൾ. നൂൽപ്പുഴ, പിലാക്കാവ്, മണിമുണ്ട, പുത്തൂർ വനഗ്രാമങ്ങളിലെ യുവാക്കളെല്ലാം ചേർന്നാണ് ഗ്രാമവാസികൾക്കെല്ലാവർക്കും ഒരു ദിവസം സന്തോഷത്തോടെ ഒത്തുചേരാമെന്ന ലക്ഷ്യത്തോടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. കാടിനു നടുവിൽ മനോഹരമായി പച്ചപ്പുല്ല് വിരിച്ച മൈതാനം, കളി കഴിഞ്ഞ് തളർന്നു വരുന്ന താരങ്ങൾക്ക് വിശ്രമിക്കാൻ പ്രകൃതി തന്നെ ഒരുക്കിയ മരത്തണലുകൾ, വിശന്നു ക്ഷീണിതരാകുന്നവർക്ക് കഴിക്കാൻ കഞ്ഞിയും ചമ്മന്തിയും. ഇതൊരു നാടിന്റെ സന്തോഷമാണ്. നൂൽപ്പുഴ പിലാക്കാവിലെ കാടിനു നടുവിലെ പച്ചപ്പുല്ല് വിരിച്ച സ്വാഭാവിക മൈതാനത്താണ് ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറിയത്. ഒരു പകൽ മുഴുവൻ നീളുന്നതായിരുന്നു 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ്. കാടിനു നടുവിലായതിനാൽ കൊടും ചൂടിലും വലിയ ചൂട് അനുഭവപ്പെട്ടില്ല. എങ്കിലും ക്ഷീണിച്ചു വരുന്നവർ വിശ്രമിച്ചത് മരത്തണലുകളിലാണ്. കളിക്കാർക്ക് കഴിക്കാൻ കഞ്ഞിയും ചമ്മന്തിയുമാണ് സംഘാടകർ തയ്യാറാക്കിയിരുന്നത്. വനത്തിനുള്ളിലെ പുനരധിവാസ ഗ്രാമങ്ങളിൽ നിന്ന് കാടിനു പുറത്തേക്ക് താമസം മാറിയ കുടുംബങ്ങളിലെയും നിലവിൽ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളിലെ യുവാക്കളുമാണ് ഇത്തരമൊരു ടൂർണമെന്റുമായി മുന്നിട്ടിറങ്ങിയത്. ഇവരുടെ ടൂർണമെന്റ് നിയന്ത്രിച്ചത് കേരള ഫുട്ബോൾ അസോസിയേഷൻ റഫറി കൂടിയായ സന്തോഷ് മാഷാണ്. ഈ ഗ്രാമത്തിലെ കുട്ടികളിൽ വളർന്നു വരുന്ന പ്രതിഭകളെ
കൂടുതൽ കണ്ടെത്തി ഇനിയും മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ബൂട്ട് പോലും ഇല്ലാതെ കളിച്ചിരുന്ന ആ ആളുകളുടെ ആ ഓർമ്മ പുതുക്കലിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. യാതൊരുവിധ ധനസഹായം ആരിൽ നിന്നും ലഭിക്കുകയോ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാതെയുള്ള ഈ ഗ്രാമവാസികളുടെ ഒരു കൂട്ടായ്മയുടെ അവരുടെ ഒരു വ്യക്തമായ ഒരു താല്പര്യത്തിന്റെ മുകളിൽ മാത്രം സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ടൂർണമെന്റാണിത്. പിലാക്കാവ് പുത്തൂർ ലീഗ് എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഗ്രാമവാസികൾക്കെല്ലാം ഒരു ദിവസം ഒത്തുകൂടുക എന്ന ലക്ഷ്യത്തോടെ പിലാക്കാവിലെ സുവർണ, പുത്തൂരിലെ വിവാ ക്ലബ്ബുകൾ നേതൃത്വം നൽകി സംഘടിപ്പിച്ച ടൂർണമെന്റ് സംഘാടക മികവ് കൊണ്ടും വേറിട്ട ഒന്നായി മാറി. മലനാട് ന്യൂസ്, ബത്തേരി. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 69,760 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ടൗൺഷിപ്പ് പദ്ധതിയിലെ മോഡൽ വീടുകളുടെ നിർമ്മാണം നാളെ തുടങ്ങും. 6 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ്. വീട് നിർമ്മാണം 4 ക്ലസ്റ്ററുകളായി. ഗുണഭോക്താക്കളുടെ എണ്ണം അന്തിമമാകുന്നതോടെ DPR തയ്യാറാക്കുമെന്ന് സുഹാസ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. റീജിയണൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് സംയുക്ത സമരസമിതി. ഈ മാസം 19 ജില്ലാ കലക്ടർ പങ്കെടുക്കുന്ന ചർച്ചയോടെ പ്രശ്നപരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നേതാക്കൾ. ബത്തേരി നഗരത്തിൽ വാഹനാപകടം. ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. മരിച്ചത് ബത്തേരി സ്വദേശികൾ. അപകടം ടിപ്പർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച്. കൂട്ടുകാർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി ജന്മനാട്. കേണിച്ചിറ കേളമംഗലത്ത് ഭർത്താവ് കൊലപ്പെടുത്തിയ ലിഷയുടെ മൃതദേഹം സംസ്കരിച്ചു. ജില്ലയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് മുകളിൽ മരം പൊട്ടി വീണ് 9 വീടുകൾ ഭാഗികമായി തകർന്നു. വേനൽ മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ന്യൂസ് വേവ്സിൽ അശ്വിനി ശ്രീവേൽ ചേരും. നമസ്കാരം.